ആദിയെയും അവന്റെ അമ്മയെയും ചന്ദ്രോദയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് രേവതിയോടും സച്ചിയോടും വല്ലാത്ത ദേഷ്യം ഉണ്ടാകുന്നുണ്ട്. അവരങ്ങനെ തിരികെ പോയിട്ട് പോലും ചന്ദ്രയ്ക്ക് ആ ദേഷ്യമൊന്നും മാറുന്നില്ല. ചന്ദ്ര രേവതിയോട് പറയാണ്, ഇനി മേലാൽ ഇത് ആവർത്തിച്ചേക്കരുത്. എന്താമ്മേ? അല്ല, ഇതുപോലെ വലിഞ്ഞു കയറി വരുന്നവരെയൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കരുത്. അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അതൊരു പാവം കുട്ടിയല്ലേ. ആക്കുരുടെ കണ്ണിന് അത്ര വലിയ ആക്സിഡന്റ് സംഭവിച്ചു, അതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഈ നാട്ടില് അവർക്ക് വേറെ പരിചയക്കാരൊന്നുമില്ല. അവരുടെ മോളുണ്ട്, പക്ഷെ അവർ ദുബായിലെങ്ങാണ്ടാണെന്നല്ലേ പറഞ്ഞത്. പിന്നെ എങ്ങനെ അവർ ആരെ നോക്കും? നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓ പിന്നെ ഹെൽപ്പ് ചെയ്യാന് നീ ആരാടി? വലിയ കാശുകാരിയാണോ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട്? നിനക്കുണ്ടല്ലോ വലിയൊരു കൊട്ടാരം, അങ്ങോട്ടേക്ക് കൊണ്ട് ആക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കാണ്. അമ്മേ, ഇതെന്റെ ഭർത്താവിന്റെ വീടാണ്, അതായത് ഇതെന്റെയും കൂടി വീടാ. ഇവിടെ എനിക്കും തുല്യ അവകാശമുണ്ട്. ഓ പിന്നെ തുല്യ അവകാശം, ഇങ്ങോട്ട് വന്നാ മതി. ഇതേ എന്റെ വീടാ, ഈ ചന്ദ്രമതിയുടെ വീട്. ഇവിടെ ആരൊക്കെ താമസിക്കണം, ആരൊക്കെ വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ എന്ന് പറയുന്നുണ്ട്. അമ്മ ഇതൊരു 100 പ്രാവശ്യം പറഞ്ഞു കാണുമല്ലോ. എനിക്ക് അമ്മയുടെ സ്വത്തോ പണവോ ഒന്നും വേണ്ട. ഇവിടെ ഞാൻ കഴിയുന്നുണ്ടെങ്കിലേ നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാ. ഈ അടുക്കളയിലും വീട്ടിലുമായിട്ട് കിടന്ന് അതുപോലെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ എന്നെ പുറത്തു പോയും കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്, അല്ലാതെ അമ്മയുടെ കാശനല്ല ജീവിക്കുന്നതെന്നും രേവതി പറയാൻ കേട്ടോ. നിനക്കേ കുറച്ച് നാക്കിന് നീളം കൂടുന്നുണ്ട്, ഞാൻ ശരിയാക്കി തരാടി എന്ന് പറയുമ്പം ആ ശരി ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ അടുക്കളയിലേക്ക് പോയിക്കോട്ടെ ഈ വീടിന്റെ തമ്പുരാട്ടി എന്നും പറഞ്ഞ് രേവതി ചന്ദ്രനെ ഒന്ന് കളിയാക്കുന്നുണ്ട്. രേവതി അങ്ങനെ അടുക്കളയിലേക്ക് പോവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഇവളുടെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്, ഇവക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര പിറുവിറുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, നീ രാവിലെ തുടങ്ങിയോ? ഓഹോ, അപ്പൊ കുറ്റമെല്ലാം എന്റെ മാത്രല്ലേ? നിങ്ങളുടെ മരുമകളാന്നും പറഞ്ഞ് ഒരുത്തിയുടെ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ ഒരു ദരിദ്രവാസിനെ. അവള് പറഞ്ഞൊന്നും കുറ്റമല്ലല്ലേ? ചന്ദ്രേ, മര്യാദയ്ക്ക് സംസാരിക്കണം. രേവതിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയണ്ട. അല്ല, ഈ പറഞ്ഞ നീ വലിയ കോടീശ്വരിയാണോ? നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും ഹിസ്റ്ററി എന്താണെന്നൊക്കെ ഞാൻ പറയണം എല്ലാവരോടും എന്ന് പറയുന്നുണ്ട്. ഓ അതെ, ഞാൻ ഒന്നും ഇല്ലാതെ ഇവിടെ വലിഞ്ഞു കയറി വന്നോളായിരിക്കും. പക്ഷെങ്കിലേ ദാ ഈ വീട് എന്റെയാ. ഇത്രയും വലിയ പ്രോപ്പർട്ടിക്ക് ഇപ്പത്തെ കാലത്ത് എത്ര കോടി രൂപ വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കാണ്. ആ ഇപ്പൊ വാല്യൂ ഉണ്ടായിരിക്കും, അന്നത്തെ കാലത്ത് ഇതെന്തായിരുന്നടി എന്ന് ചോദിക്കാണ്. ഈ വീട് ഇത്രയ്ക്കും പണിതെടുത്തതൊക്കെ ഞാൻ തന്നെയാ, എന്റെ കഷ്ടപ്പാടും ഇതിന് പിന്നിലുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ കഷ്ടപ്പാട് നിങ്ങൾ ചെയ്തൊക്കെ എന്താണെന്ന് എനിക്കറിയാം എന്നും ചന്ദ്ര പറയുന്നുണ്ട്. ചന്ദ്രേ, നിന്റെ സംസാരം കേൾക്കുമ്പോഴേ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്ന്. അത്രയ്ക്കും നീ പറയുന്നുണ്ട് ഇത് എന്റെ വീടാ എന്റെ വീടാ എന്റെ വീടാന്ന്. കേൾക്കും തോറും എനിക്കെന്റെ സമനില തെറ്റാണെന്ന് പറയാണ്. സത്യം പറഞ്ഞാല് നീക്കെന്താ ദേഷ്യം വരുന്നത്? ഞാനേ നിങ്ങളോടല്ലേ ഇപ്പൊ പറഞ്ഞത്, ഞാൻ അവളെയാ പറഞ്ഞത്. അവൾ എന്നെ എന്തൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അറിയോ? കൊട്ടാരത്തിലെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിട്ട് പോയി. രേവതി പറഞ്ഞത് സത്യല്ലേ? നീ അങ്ങനല്ലേ എല്ലാവരോടും പെരുമാറുന്നത്? ഇത് നിന്റെ വീടാണ്, നിന്റെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും നീ ഭയങ്കര ഒച്ചപ്പാടും ബഹളാക്കിയാണല്ലോ എന്ന് ചോദിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഇഷ്ടമില്ലാതെ ആ തള്ളയെ മോനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. രവി പറയാണ്, അവര് മാത്രമല്ല, കാശില്ലാത്ത ആര് വന്നാലും നിനക്കതൊക്കെ പ്രശ്നമാണെന്നേ എനിക്കറിയാം. ഏതെങ്കിലും കാശുള്ളത് വന്നാൽ നിനക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണല്ലോ അവരോടെന്ന് പറയാണ്. അങ്ങനെയാണ്, കാശിനാണ് ഇക്കാലത്ത് റെസ്പെക്ട്, അത് നിങ്ങൾക്കറിയാമല്ലോ. കാശുള്ളവർക്ക് എന്നും വിലയും നിലയേ ഉള്ളൂ എന്നൊക്കെ ചന്ദ്ര പറയുമ്പം രവി പറയുന്നുണ്ട്, കാശ് മാത്രമല്ല ഒരു മനുഷ്യന്റെ മൂല്യം, അയാളുടെ മനസ്സും അയാളുടെ സ്വഭാവവും എല്ലാം അതിനെ കൺസിഡർ ചെയ്തിരിക്കുമെന്നും രവീന്ദ്രൻ പറയുന്നുണ്ട്. ചന്ദ്ര പറയാണ്, പിന്നെ മനസ്സുണ്ടായിട്ട് ഇപ്പത്തെ കാലത്ത് ആര് നോക്കാനാ? കാശുണ്ടെങ്കിലേ മക്കളെങ്കിലും നോക്കും എന്നും പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെട്ട് പോവാണ്. ഇവളോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്നും പറഞ്ഞിട്ട് രവി അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അടുക്കളയില് ധൃതി വെച്ച പണിയായിരിക്കട്ടെ നമ്മുടെ രേവതി. ചന്ദ്ര ഓർക്കാണ്, ഇവക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം, എന്തെങ്കിലും നല്ല ആഞ്ഞൊരു പണി കൊടുക്കണം എന്ന് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര വന്നിട്ട് അടുക്കള എന്നിട്ട് രേവതി പറയുന്നുണ്ട്, എനിക്ക് നല്ല കാലുവേദനയുണ്ട്, നീ കുറച്ച് വെള്ളം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ചോണ്ട് വാ, എന്റെ കാലിലൊന്ന് ചൂട് പിടിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരിയമ്മേ, ഞാൻ കൊണ്ടുവന്നേക്കാം, അമ്മ അങ്ങോട്ടേക്ക് പോയി ഇരുന്നോ എന്ന് പറയാണ്. അങ്ങനെ ഇവളെ മനസ്സിൽ വലിയൊരു പ്ലാനിങ് തന്നെ നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്ര അവിടെ സോഫയിൽ പോയി ഇരിക്കായിരിക്കും. ഈ സമയത്ത് രേവതി ആ വെള്ളം ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. തിളപ്പിച്ചുകൊണ്ടെന്ന് അവളുടെ നേരെ അവിടെ ടേബിളിൽ വെക്കാണ്. ഈ സമയം ചന്ദ്ര പറയുന്നുണ്ട്, നീ താഴേക്ക് ഇരുന്നിട്ട് ആ ഒന്ന് മുക്കിപ്പിടിച്ചു താ എന്ന് പറയാണ് കേട്ടോ. ശരി അമ്മേന്നും പറഞ്ഞിട്ട് അവള് ആ വെള്ളത്തില് തുണി മുക്കിയിട്ട് പതിയെ ചന്ദ്രയുടെ കാലിങ്ങനെ മുക്കി പിടിക്കായിരിക്കും.
ഈ സമയത്ത് അറിയാത്ത ഭാവത്തില് ചന്ദ്ര പെട്ടെന്ന് താഴെ ഇരിക്കുന്ന രേവതിയുടെ മുകളിലേക്ക് ആ വെള്ളം തട്ടിവിടുകയാണ്. രേവതി നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേക്കുന്നു കേട്ടോ. അയ്യോ അയ്യോ രേവതി എന്ത് പറ്റും ചോദിക്കാം കേട്ടോ ചന്ദ്ര. എന്റെ ദേഹമാകെ പൊള്ളിന്ന് പറഞ്ഞ് അവള് നിലവിളിക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ ഓടി വരാണ്. മോളെ എന്ത് പറ്റും ചോദിച്ചിട്ട് ഓടി വരുമ്പോഴേക്കും വെള്ളം എന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു അച്ഛാ എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാ വീണേന്ന് ചോദിക്കുമ്പം അറിയില്ല എന്നും രേവതി പറയുന്നുണ്ട്. ചന്ദ്ര പറയാണ് എന്റെ കാലിന് കുറച്ച് നീര് പോലെ ആയപ്പം ചൂട് പിടിക്കാനായിട്ട് വെള്ളം കൊണ്ടുവരാൻ ഇവളോട് പറഞ്ഞതാ. ഇവള് താഴെ ഇരുന്ന് ചൂട് പിടിക്കായിരുന്നു. ആ സമയത്ത് എന്റെ കൈ തട്ടിയതാ രവിയേട്ട എന്ന് പറയുന്നുണ്ടോ. നിനക്ക് സൂക്ഷിച്ചാൻ അറിയില്ലേ ചന്ദ്രൻ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. മോളെ പെട്ടെന്ന് മോള് പച്ചവെള്ളത്തിലൊന്ന് മേലി കഴുകുമെന്ന് പറയുന്നുണ്ട്. എന്റെ കയ്യിലും ഈ സൈഡ് വച്ചാ പൊള്ളിയെന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്ക് പോയിട്ട് അവിടെ ഒക്കെ നന്നായി കഴുകുന്നുണ്ട്. മോളെ പെട്ടെന്ന് വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോഴേക്കും സാരമില്ലച്ചാ ഡ്രസ്സിന്റെ മുകളിലേക്കല്ലേ വീണത്, അതുകൊണ്ട് വലുതായിട്ടൊന്നും പറ്റില്ലെന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നന്നായി ദേഹമൊക്കെ പൊള്ളിയിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് രവിയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയത്ത് ചന്ദ്രക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. എന്തായാലും പണിയേറ്റു. രാവിലെ എന്നോട് നാക്കിട്ടടിച്ചിനുള്ള പ്രതികാരവാടി ഇത്. നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നീ ഇനി ഇവിടെ കിടന്ന് അരയിക്കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ദുഷ്ടയായ രാക്ഷസി അവിടെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കായിരിക്കും. രവീന്ദ്രനാണെങ്കിൽ ഈ സമയത്ത് നമ്മുടെ രേവതിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കും പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇടത്തെ ഷോൾഡറിന് താഴോട്ടായിട്ട് നല്ലവണ്ണം പൊള്ളിയിട്ടുണ്ട്. അത് മാത്രം ബാക്കി ഉള്ളത് ദേഹത്തൊക്കെ ഡ്രസ്സ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അത്ര കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവളുടെ കഴുത്തേലും ഒക്കെ വെള്ളം തെറിച്ചിട്ടുണ്ട്. അങ്ങനെ വയറിലൊക്കെ തെറിച്ചിട്ടുണ്ടെന്നൊക്കെയും അവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ട് പൊള്ളിയിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട്. എന്തായാലും അവള് തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് അവിടെ വെച്ചിട്ടായിരിക്കും കേട്ടോ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അത്രയും കുറവായിട്ടെങ്കിലും അഫക്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ തിളച്ച വെള്ളമല്ലേ. അങ്ങനെ മരുന്നൊക്കെ പുരട്ടിയിട്ട് കുറെ ടാബ്ലറ്റും ഒക്കെ കൊടുത്ത് ഡോക്ടറും അവിടുന്ന് പറഞ്ഞേക്കാണ്. അവിടുന്ന് ഇറങ്ങിയ ശേഷം രേവതി സച്ചിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവീന്ദ്രനും രേവതിയും കൂടെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും സച്ചി ഓടിപ്പടഞ്ഞ് അവിടെ എത്തുന്നുണ്ടായിരിക്കും. എന്താ രേവതി എന്താ പറ്റിയെന്ന് ചോദിക്കാണ്. രേവതി പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇതുപോലെ വെള്ളം വേണമെന്ന് ചോദിച്ചു. ഞാൻ കാല് മുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ വെള്ളം മറിഞ്ഞു വീണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് എന്തോ ഡൗട്ട് തോന്നി. നമ്മുടെ ചന്ദ്രനെ തുറിച്ചു നോക്കാണ്. നീ എന്തിനാടാ എന്നെ തുറിച്ചു നോക്കുന്നത്? ഞാനെന്താ മനഃപൂർവ്വം ചെയ്തതാണോ? ഇവളെന്റെ കാലിലേക്ക് ചൂടച്ചപ്പോഴേക്കും എന്റെ കാല് നല്ല പൊള്ളുന്ന പോലെ തോന്നി. ഞാൻ അറിയാതെ ആ പാത്തിലേക്ക് കൈവച്ചതാ. അപ്പോഴേക്കും അത് മറിഞ്ഞു വീണെന്ന് പറയുന്നുണ്ട്. സച്ചേട്ടാ അമ്മ തെറ്റിയതല്ല, അറിയാതെ സംഭവിച്ചതാണ് എന്നും പറഞ്ഞ് രേവതിയും പറയാണ്. എന്തായാലും ഒരുപാടൊന്നും പറ്റിയില്ല സച്ചേട്ടാ. സാരി ഉടുത്തിരുന്നോണ്ട് വലുതായിട്ട് ദേഹത്തേക്ക് വീണില്ല. ഈ കയ്യിലൂടെയും കഴുത്തിലൂടെയൊക്കെ പൊള്ളിയതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ബാ നീ അകത്തേക്ക് കയറി വാ, ഞാൻ മരുന്ന് പുരട്ടി തരാമെന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയും കൂട്ടി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ചന്ദ്ര പറയാണ് അല്ല ഒരുപാട് പൊള്ളിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ കൈയും അവളുടെ കഴുത്തിന്റെ അവിടെ ഒക്കെ പൊള്ളിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഷോ കഷ്ടമായിപ്പോയി, എന്റേന്ന് തന്നെ സംഭവിച്ചല്ലോ എന്നും പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുമായിരിക്കും കേട്ടോ. അപ്പോഴേക്ക് രവീന്ദ്രൻ ചോദിക്കാണ് അല്ല ചന്ദ്രേ സത്യം പറ, നീ മനഃപൂർവ്വം ചെയ്താണോ? ഞാൻ മനഃപൂർവ്വം? നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? അങ്ങനെ തിളച്ച വെള്ളമൊക്കെ ആരെങ്കിലും മനഃപൂർവ്വം ആരെങ്കിലും ദേഹത്തൊഴിക്കോ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ അതും പറഞ്ഞ് എന്നെ കുരുക്കാൻ ശ്രമിക്കണ്ട. അല്ല എനിക്കൊരു സംശയം പോലെ നിന്റെ മരുമകളുടെ പെട്ടെന്ന് ഇതുവരെല്ലാത്തൊരു സ്നേഹവും പെട്ടെന്നൊരു ചൂടുപിടുത്തവും, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ചൂട് പിടിക്കാൻ എനിക്ക് കാലുവേദന തോന്നി, അതുകൊണ്ട് ചെയ്തതാ. അറിയാതെ വീണതാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അവള് നേരെ മുറിയിലേക്ക് പോവാണ്. രവീന്ദ്രനാണെങ്കിൽ പുറത്തു പോയെന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. സത്യമാണോ അതോ ചന്ദ്രമതി ചതിച്ചതാണെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവൻ പുറത്തേക്ക് പോയിട്ട് ജനലിൽ നിന്നിട്ട് അകത്തേക്ക് മുറിയിലേക്ക് ചന്ദ്രയെ തന്നെ നോക്കി ഇങ്ങനെ സൂക്ഷ്മമായി നോക്കി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്ര അപ്പം അവിടെ ഇരുന്ന് അവള് സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ രാവിലെ നീ കുറെ പറഞ്ഞല്ലേടി അനുഭവിക്ക്. ഇനി ഇതുപോലെ ഓരോന്നും ഓരോ ഡോസിനൊക്കെ ഡെയിലി തരാൻ പോവാണ്. ഇച്ചിരിയാ പൊള്ളിയല്ലോ, നീ കുറച്ചുകൂടി മേത്തേക്ക് ഒഴിച്ചുവിടേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ അവൾ മൊത്തം പൊള്ളിയാനെ എന്നും പറയുന്നത് കേട്ടുകൊണ്ട് രവി ആകെപ്പാടെ ഞെട്ടിപ്പോവാണ്. അങ്ങനെ അവളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുന്നുണ്ട് സത്യങ്ങൾ. അവളാണ് ഇത് ചെയ്തെന്നുള്ള കാര്യം കേട്ടോ. നമ്മുടെ രവീന്ദ്രൻ എടി ചന്ദ്രയെന്ന് വിളിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് ഓടിക്കേറി വരികയാണ്. ഈ സൗണ്ട് കേട്ടോണ്ട് രേവതിയും സച്ചിയും അയ്യോ എന്താ അവിടെയും ചോദിച്ചുകൊണ്ട് താഴേക്ക് ഓടി ഇറങ്ങി വരുന്നുണ്ട്. ചന്ദ്ര എന്താ രവിട്ടാന്ന് ചോദിച്ചുകൊണ്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ആയിരിക്കും രവി ആദ്യമായി നമ്മുടെ ചന്ദ്രയുടെ കർണക്കൂറ്റ് ഒറ്റ അടി വെച്ച് കൊടുക്കുന്നത്.
രവിയേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ചന്ദ്ര മുഖത്തിങ്ങനെ കയ്യും വെച്ചുകൊണ്ട് നോക്കുകയാണ്. സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛ എന്താ അച്ഛ ഈ കാണിക്കുന്നേ? അമ്മ എന്തിനാ തല്ലുന്നേ? അച്ഛ ഇതൊക്കെ മോശമാണെന്നൊക്കെ പറയാണ്. രേവതി അച്ഛ എന്താ അച്ഛ കാണുന്നത് ചോദിക്കാണ്. എടാ സച്ചി, രേവതി ഇവള് മനഃപൂർവ്വം ചെയ്തതാ. മനഃപൂർവ്വമായിട്ട് രാവിലെ രേവതി എന്താ പറഞ്ഞേന്? ഇവള് മനഃപൂർവ്വമായിട്ടും രേവതിയുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചതാണെന്ന് പറയുന്നുണ്ട്. ഇവരെല്ലാവരും ഞെട്ടിപ്പോന്നു കേട്ടോ. ചന്ദ്ര പറയാണ്, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ അറിയാതെ സംഭവിച്ചതാണെന്ന്. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാണ്, ഞാൻ ജനലിൽ കൂടെ വന്ന് അവിടെ നോക്കായിരുന്നു നിന്റെ പെർഫോമൻസ് എന്താണെന്ന്. നീ അകത്തിരുന്ന് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഇനി ഓരോ ദിവസം രേവതി അനുഭവിക്കാൻ പോണേ ഉള്ളെന്നും കുറച്ച് മാത്രമേ പൊള്ളിയുള്ളെന്ന് പറഞ്ഞ് നീ വിഷമിക്കുന്നതും കുറച്ചുകൂടി വെള്ളം ഒഴിക്കേണ്ടതായിരുന്നു നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എന്ന് പറയുന്നുണ്ട്. ചന്ദ്രയാണെങ്കിലോ മറുത്തൊരു വാക്കുപോലും പറയാൻ പറ്റാതെ മിണ്ടാതെ നിൽക്കായിരിക്കും. രവീന്ദ്രൻ പറയാണ്, തല്ലുമല്ല നിന്നെ ഞാൻ കൊല്ലാൻ പോവാടിന്നും പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ പോകുമ്പോഴേക്കും നമ്മുടെ രേവതിയും സച്ചിയും കൂടി രവിയെ പിടിച്ചു മാറ്റുന്നുണ്ട്. സച്ചി പറയാണ്, അമ്മേ എന്റെ ഭാര്യനെ അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്നൊക്കെ എനിക്കറിയാം, എങ്കിലും ഇവളൊരു മനുഷ്യ സ്ത്രീയല്ലേ, ഒരു പരിഗണനയെങ്കിലും അമ്മയ്ക്ക് അവൾക്ക് കൊടുത്തൂടെ എന്ന് ചോദിക്കാണ്. രേവതി പറയുന്നുണ്ട്, അമ്മേനെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് അമ്മയെ കണക്കാക്കുന്നത്. പക്ഷെ അമ്മയ്ക്ക് എന്നോട് ഇത്രമാത്രം വെറുപ്പാണെന്നും ഇത്രമാത്രം അമ്മ എന്നെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഞാൻ അറിഞ്ഞില്ലമ്മേ. എന്തായാലും അമ്മയോട് ക്ഷമിച്ചേര്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് രേവതി അവിടെ നിന്നും കയറിപ്പോവാണ്. രവി പറഞ്ഞിട്ട്, ഇനി മേലാൽ എന്റെ മുഖത്ത് പോലും നീ നോക്കിപ്പോകരുത്, നീ ഞാനുമായിട്ട് ഇനി യാതൊരു ബന്ധമില്ലെന്നും പറഞ്ഞിട്ട് രവി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ കേട്ടോ. താൻ ചെയ്ത കള്ളത്തരം എല്ലാവരും മുമ്പിൽ പൊളിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഒരടിയും കിട്ടിയല്ലോ. ഇനിയിപ്പോൾ അച്ഛമ്മേനെ അറിയിക്കോ അതോ രേവതി കേസ് കൊടുക്കോ എന്തായിരിക്കും അടുത്ത് സംഭവിക്കാൻ പോണ നേരത്ത് ആകെപ്പാടെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് സ്റ്റോറി ഉണ്ട്, അത് നമുക്ക് അടുത്തുള്ളവരുടെ ചർച്ച ചെയ്യാട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.